ഏറ്റവും ബഹുമാന്യരായ നാട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നാം ഏവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. മാനവരാശി അതിന്റെ ആദ്യം മുതൽ ഒട്ടനവധി ദുരന്തങ്ങളും വൈതരണികളും കടമ്പകളും നേരിടുകയും ആ പ്രതിസന്ധികൾ അഖിലവും നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നാം രക്ഷപ്രാപിക്കാൻ ഒരു വഴിയും പഴുതും കാണാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭീകരവും ബീഭത്സവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരി എന്ന കൊടും വിപത്ത്. മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്ന പ്രായം മുൻപത്തേക്കാൾ ഭയാനകമായി താഴേക്ക് വന്നിരിക്കുന്നു. 16ഉം 17ഉം ഒക്കെ ആയിരുന്നത് ഇപ്പോൾ 12ഉം 14ഉം വയസ്സായി കുറഞ്ഞിരിക്കുന്നു. ലഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു. പറക്കുമുറ്റിയിട്ടില്ലാത്ത, ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലുമില്ലാത്ത 10ാം ക്ലാസ്സിലെ പാവം ഷഹബാസിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടും കലിയടങ്ങാതെ തല്ലിക്കൊല്ലാൻ സോഷ്യൽ മീഡിയ വഴി ഭീകരമായി ആഹ്വാനം നടത്തിയവർ അവസാനം കൊന്നുകൊലവിളിച്ച് സംഹാര താണ്ഡവ നൃത്തമാടുന്ന വർത്തമാനകാല കേരളത്തിന്റെ ലക്കും ലഗാനവുമില്ലാത്ത രാസലഹരിയാൽ ഭ്രാന്തി പിടിച്ച കേരളത്തിന്റെ കൊടൂര കൗമാരമേ, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിന്തറ്റിക് രാസലഹരിയുടെ ഉന്മാദത്തിന്റെ തമോഗർത്തത്തിൽ തകർന്നടിയും മുമ്പ് തിരിച്ചു വിളിക്കേണ്ടിയിരിക്കുന്നു. ഈ സമൂഹത്തെ തിരിച്ചു നടത്തേണ്ട കാലം ഭീകരമായി അതിക്രമിച്ചു പോയിരിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചൊരു വീഡിയോയാണ്, വലിയ കൺകുളിർമ നൽകുന്നൊരു വീഡിയോയാണ്. ആ 2 മക്കളും, അതിലെ ചെറിയ കുട്ടി ഓൾറെഡി ചെറുതാണ്, പക്ഷെ അതിന്റെ ഒരു മൂത്ത കുട്ടിയും ചെറുതാണ്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. മാഷാ അല്ലാഹ്, അവരുടെ ആ ഒരു അവതരണം, ആദ്യം അവതരണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഹൃദ്യമായ അവതരണമാണ്. ഒരു പ്രസംഗത്തിന് വേണ്ടിയുള്ള ഒരു അവധാനത, അതുപോലെ തന്നെ സാഹിത്യം കലർന്ന ഒരു സംസാരം, അതുപോലെ തന്നെ ആളുകളെ ചിന്തിപ്പിക്കുമാർ അവരുടെ ഒരു ആംഗ്യങ്ങൾ, ആക്ഷനുകൾ, ശരീരഭാഷ, ഇതൊക്കെ ആ കുട്ടികൾ വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ആ മക്കള് മാഷാ അല്ലാഹ് അവർക്കൊരു ഹൃദ്യമായ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. അതുമാത്രമല്ല, പിന്നെ അവരുടെ നമ്മളൊരു കുട്ടികളൊരു പ്രസംഗിക്കുമ്പോൾ അത് എല്ലാവരിലും ഒരു കൗതുകം ഉണർത്തും. അവർ ആ ശബ്ദമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഠോരമായ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഒരു മുതിർന്ന ആളുകൾ പ്രസംഗിക്കുന്നതല്ലല്ലോ അങ്ങനെയുള്ളത്. ഇപ്പം നമ്മളെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളും അങ്ങനെയൊക്കെ കേൾക്കുന്നതിനേക്കാൾ ഒരു ഉപരിയായിട്ട് ഇതിലൊരു വശ്യത നമുക്ക് വരുന്നത് എന്താ വെച്ചെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ കട്ടി കുറച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ പറയേണ്ട ആക്ഷനും അവരുടെ ആ ഒരു മസിൽ പിടുത്തൊക്കെ കാണുമ്പോൾ അതൊരു ആ ഒരു പ്രസംഗം അത് ഭയങ്കര നമുക്ക് ആരും ഒന്ന് ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് അവർ തിരഞ്ഞെടുത്ത വിഷയം, അത് സമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല പ്രസംഗത്തിൽ സാധാരണ ഈ മക്കളിൽ സംഭവിക്കുന്നൊരു സംഗതി വെച്ചാൽ കാണാതെ ബൈഹാർട്ട് പഠിച്ചാൽ അത് എവിടെയും സ്റ്റക്കാവും. അത് സ്റ്റക്കാകുന്നതാണ് അതിൻ്റെ ഒരു ഇമ്പം. അപ്പം നമ്മളങ്ങനെ സ്റ്റക്കായിട്ട് നിന്നിട്ട് കുട്ടി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇമ്പം. പക്ഷെ ഇത് എവിടെ സ്റ്റക്കായില്ല. ആ 2 കുട്ടികളിപ്പോൾ ഇക്കാക്ക അവതരിപ്പിച്ചതിനേക്കാൾ ഉഷാറായിട്ടാണ് കുഞ്ഞുമോള് അവതരിപ്പിച്ചത്. അപ്പോൾ എന്തായിരുന്നാലും അത് നമ്മൾ ഏറ്റവും നല്ലൊരു ലൈക്ക് കൊടുക്കേണ്ടുന്ന അല്ലേ ഒരു സംസാരമായി. അത് മക്കൾക്ക് ഇത്തരത്തിലുള്ള ചില അവസരങ്ങൾ നമ്മൾ നൽകുന്നതിലൂടെ കേവലം ഒരു പ്രസംഗം പരിശീലിപ്പിക്കുക, അത് പഠിപ്പിച്ചു, അത് അവതരിപ്പിച്ചു, അത് വീഡിയോ ക്രിയേറ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തു എന്നതിനപ്പുറം ശരിക്ക് അതിൽ നൽകുന്നൊരു മെസ്സേജ്, അതാരാണോ ആ വീഡിയോ ചെയ്തത്, അതല്ലെങ്കിൽ ആ കുട്ടികളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചോളം അദ്ദേഹം ഈ ഒരു രാജ്യത്തിലെ ഈ ലോകത്തിന് കൺവേ ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ച ഒരു മെസ്സേജ് മക്കൾക്ക് ആ ഒരു വിഷയം കിട്ടുക എന്നുള്ളതാണ്. മക്കൾക്ക് ആ ഒരു കാലിക പ്രസക്തമായ വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ വലിയ ഒരു മുതിർന്ന ഒരാൾ ലഹരിയെപ്പറ്റിയും വാതോരാതെ സംസാരിക്കുന്നതിനപ്പുറത്ത് ആ കുട്ടികൾ സംസാരിക്കുന്നത് അവരുടെ പ്രായത്തിലുള്ള ആളുകളൊക്കെ പെട്ടെന്ന് അത് ശ്രദ്ധിക്കുകയും ആ ലഹരിയുടെ നിത്യോപയോഗത്തിൻ്റെ പ്രശ്നവും അതിൻ്റെ ഭയാനകതയും അതിൻ്റെ ഭീകരതയും ഒക്കെ ബോധ്യപ്പെടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല അവർ പറഞ്ഞ ആ വേർഡ് കൂടി അതാണ് അതിലൊരു കൗതുകം. സിന്തറ്റിക് ലഹരി. ചിലപ്പോൾ ആ പറഞ്ഞ മോൾക്ക് ചിലപ്പോൾ സിന്തറ്റിക് ലഹരി എന്താന്നുള്ളത് ചിലപ്പോൾ അറിയ പോലും ഉണ്ടാവുമെന്ന് അറിയില്ല, ചിലപ്പോൾ അറിയാതിരിക്കാം. പക്ഷെ അത് പറയുമ്പോൾ നമുക്കൊരു കൗതുകം. സിന്തറ്റിക് ലഹരി ഇതൊക്കെ പറയുമ്പോൾ ആ ഒരു ആക്ഷനൊക്കെ എടുത്തിട്ട് പറയുന്നതോടുകൂടി ആ കുട്ടികളിലുണ്ടാകുന്ന ആ ഒരു കുട്ടിത്തണ്ടല്ലോ അത് ഭയങ്കര ഒരു കൺവേ ആയി. മാത്രമല്ല ഒരാളുടെ ഒരു പിന്നിലുള്ള ഒരു അണിയറ പ്രവർത്തനം അതിലുണ്ടാകും. ഈ സർഗാത്മക കഴിവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷണം എന്നുള്ളത്. അല്ലമഹുൽ ബയാൻ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ബയാൻ അവരെ പഠിപ്പിച്ചു. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിന്തകളെ മറ്റുള്ളവർക്ക് അത് കൺവേ ചെയ്യാനുള്ള ഒരു ഇതാണ് ബയാൻ. അത് ഭാഷണം, ആശയവിനിമയം. അതിലേറ്റവും പ്രധാനപ്പെട്ട സർഗാത്മകമായ ഒരു മേഖലയാണ് ഭാഷണം എന്നുള്ളത്. അത് ഈ പ്രഭാഷണം മറ്റേതൊക്കെ കലകൾ പ്രസിദ്ധമായാലും പ്രഭാഷണം എന്ന കലാം ഇന്നഫിൽ ബയാനിലെ സിഹ്റ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രഭാഷണത്തിൽ ഒരു മാസ്മരികതയുണ്ട്. ചില ആളുകളുടെ പ്രഭാഷണം, ചില ആളുകളുടെ സംസാരം ആളുകൾക്ക് അതൊരു സിഹറാണ് എന്ന് പറഞ്ഞാൽ അതൊരു മാസ്മരികത, അതിലൊരു വശ്യതയുണ്ട്. അതിപ്പോൾ നമ്മളുടെ ഒരു പ്രോഗ്രാം പൂർത്തിയാണെങ്കിൽ അയാൾ എന്തെങ്കിലും പറയണം എന്നാണ്. അതിപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളിലും മതപ്രഭാഷണങ്ങളിലും ഒക്കെ അങ്ങനത്തെ ചില വശ്യതകളുള്ള അത് അയാൾ പറഞ്ഞാലാണ് അതിനൊരു പൂർത്തിയാവുക. നമ്മുടെ മദ്രസകളിലും വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള ചില വേദികൾ നമ്മൾ സംഘടിപ്പിക്കാം. തീർച്ചയായിട്ടും സർഗവേദികള്, സർഗവസന്തങ്ങള്, സർഗാലയങ്ങള്, പണ്ടത്തെ സാഹിത്യ സമാജങ്ങള്. ഇത് യഥാർത്ഥത്തിൽ ലോകം കണ്ടറിയപ്പെട്ട ഒരു പ്രഭാഷകനായിരുന്നു അബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലെ ചരിത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ആരുമില്ലാതെ മരങ്ങളോടും കണ്ണെത്താ ദൂരത്തേക്ക് ഒഴുകി നടക്കുന്ന പുഴയോടും ഒക്കെ അങ്ങനെ പ്രസംഗിക്കുമായിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ പിന്നീടാണ് അദ്ദേഹം ലോകം കണ്ടറിയപ്പെട്ട ഒരു പ്രഭാഷകനായി മാറുന്നത്. അപ്പോൾ ഈ മക്കൾക്ക് നല്ല ഒരു ഭാവി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കളൊക്കെ അവർ മാതൃക ഉൾക്കൊണ്ട് നമ്മുടെ മക്കളുടെ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും രാജ്യത്തിനും എല്ലാ നിലക്കും ഉപകാരപ്പെടുന്ന മക്കളാക്കി വളർത്താനുള്ള ഒരു പ്രേരണ കൂടി ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പകർന്ന്. മാത്രമല്ല ശ്രോതാക്കൾക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസിന്റെ പിന്നിൽ ഒരു അദൃശ്യ കരങ്ങളുണ്ട്. തീർച്ചയായും അത് ചിലപ്പോൾ അവരുടെ ഉമ്മയാകാം, ചിലപ്പോൾ അവരുടെ ഉപ്പയാകാം, അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഒരു റിലേറ്റീവ്സ് ആയിരിക്കാം. അപ്പോൾ എന്തായിരുന്നാലും അവർക്ക് കൂടി ഇതിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് എന്തുണ്ട് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. കാരണം മക്കളെ ഇത്തരത്തിൽ ഇപ്പോൾ എന്തൊക്കെ വർത്തമാനങ്ങൾ അവർ പറഞ്ഞത്, കടുകട്ടി പ്രയോഗങ്ങൾ പോലും അവർ വളരെ ലാളിത്യത്തോടു കൂടിയാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ എന്തായിരുന്നാലും അവർക്ക് കൂടി എന്തുണ്ട് ഇതിലൊരു പങ്കുണ്ട് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്.